നമസ്കാരം. ഇന്ത്യയിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട 610 പുരാവസ്തുക്കൾ കഴിഞ്ഞ 5 വർഷത്തിനിടെ 6 രാജ്യങ്ങളിൽ നിന്നും വീണ്ടെടുത്തതായി കേന്ദ്ര സാംസ്കാരിക മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് അറിയിച്ചു. അതിൽ ഭൂരിഭാഗവും കണ്ടെടുത്തത് യുഎസിൽ നിന്നാണ്. യുഎസിനെ കൂടാതെ യുണൈറ്റഡ് കിങ്ഡം, ഓസ്ട്രേലിയ, കാനഡ, ഇറ്റലി, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നും ഇന്ത്യയിൽ നിന്നും കാണാതായ പുരാവസ്തുക്കൾ കണ്ടെടുത്തതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോക്സഭയിൽ ഒരു ചോദ്യത്തിന് രേഖാമൂലം നൽകിയ മറുപടിയിലാണ് കേന്ദ്ര സാംസ്കാരിക മന്ത്രി ഇക്കാര്യം പരാമർശിച്ചത്. 2020-നും 2024-നും ഇടയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും കണ്ടെടുത്ത പുരാവസ്തുക്കൾ തിരികെ ലഭിച്ചതായാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യയിൽ നിന്നും കാണാതായ പുരാവസ്തുക്കളിൽ ഭൂരിഭാഗവും കണ്ടെടുക്കപ്പെട്ടത് അമേരിക്കയിൽ നിന്നുമാണ്. ഈ കാലയളവിൽ 559 പുരാവസ്തുക്കൾ ഇന്ത്യക്ക് അമേരിക്ക തിരികെ കൈമാറി. 2021-ൽ 157-ഉം 2023-ൽ 105-ഉം 2024-ൽ 297-ഉം പുരാവസ്തുക്കളാണ് ഇന്ത്യക്ക് തിരികെ ലഭിച്ചത്. അതിലും ചെറിയ തോതിലുള്ള വീണ്ടെടുക്കലുകൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ലഭിക്കുകയുണ്ടായി. യുകെയിൽ നിന്നും 5 പുരാവസ്തുക്കളും 2020-ൽ ഓസ്ട്രേലിയയിൽ നിന്ന് 3 പുരാവസ്തുക്കളും 2021-ൽ കാനഡയിൽ നിന്നും യുകെയിൽ നിന്നും ഓരോന്ന് വീതവും വീണ്ടെടുക്കുകയുണ്ടായി. അവയിൽ പകുതിയും നയതന്ത്ര മാർഗങ്ങളിലൂടെയാണ് കണ്ടെടുത്തത്. 1976 മുതൽ ഇന്ത്യയിൽ നിന്ന് കാണാതായ 655 പുരാവസ്തുക്കൾ വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് വിശദീകരിച്ചു. തുടർന്നുള്ള സമീപ വർഷങ്ങളിൽ ഇത്തരത്തിൽ കാണാതായ പുരാവസ്തുക്കളുടെ വീണ്ടെടുക്കലിന്റെ വേഗത ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇന്ത്യൻ പുരാവസ്തുക്കളുടെ മോഷണത്തെക്കുറിച്ച് സർക്കാർ എന്തെങ്കിലും സർവേയോ പഠനമോ നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിനും കേന്ദ്രമന്ത്രി മറുപടി നൽകി. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അഥവാ ASI തങ്ങളുടെ അധികാര പരിധിയിലുള്ള സംരക്ഷിത സ്മാരകങ്ങൾ, സ്ഥലങ്ങൾ, മ്യൂസിയങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ട മോഷണ വസ്തുക്കളുടെ കാലികമായ രേഖകൾ സൂക്ഷിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. മോഷ്ടിക്കപ്പെട്ട ഇന്ത്യൻ പുരാവസ്തുക്കളെക്കുറിച്ചും അവ വീണ്ടെടുക്കുന്നതിനെക്കുറിച്ചും അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി സർക്കാർ ബോധവൽക്കരണ പരിപാടികൾ, പ്രദർശനങ്ങൾ, വർക്ക്ഷോപ്പുകൾ എന്നിവ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ജനങ്ങളിൽ അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി വിവിധ അവസരങ്ങളിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കാറുമുണ്ട്. കേന്ദ്ര സാംസ്കാരിക മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ലോക്സഭയെ അറിയിച്ചു. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം വീണ്ടെടുക്കുന്നതിനും പുരാവസ്തുക്കളുടെ നിയമവിരുദ്ധമായ കടത്ത് തടയുന്നതിനുമുള്ള നയതന്ത്ര ശ്രമങ്ങൾ രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് കാണാതായ അമൂല്യ വസ്തുക്കൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നും സ്വദേശത്തേക്ക് എത്തിക്കുന്നതിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ വർധനവ്. മെച്ചപ്പെട്ട ആഗോള സഹകരണവും മികവുറ്റ ഡോക്യുമെന്റേഷനും മോഷ്ടിക്കപ്പെട്ട പുരാവസ്തുക്കൾ കൂടുതൽ ഫലപ്രദമായി തിരിച്ചറിയാനും അവ വീണ്ടെടുക്കാനും ഏറെ സഹായകമാകുന്നുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതേസമയം കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കർണാടക, ആന്ധ്രാപ്രദേശ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, ബീഹാർ, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് 7 പുരാവസ്തുക്കളാണ് മോഷ്ടിക്കപ്പെട്ടത്. 2020-ൽ കർണാടകയിലെ സദാശിവ ക്ഷേത്രത്തിൽ നിന്ന് ഒരു ചെമ്പ് കലശം, 2021-ൽ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു നന്ദി ശില്പം, അതേ വർഷം തന്നെ ഉത്തരാഖണ്ഡിൽ നിന്നുള്ള ഒരു ശിവലിംഗം, ജാർഖണ്ഡിൽ നിന്നുള്ള ഭൂമിസ്പർശ മുദ്രയിലുള്ള 2 ബുദ്ധശില്പങ്ങൾ, 2022-ൽ കർണാടകയിൽ നിന്നുള്ള ഗണപതിയുടെ ഒരു ശിലാവിഗ്രഹം, അതേ വർഷം ബീഹാറിൽ നിന്നുള്ള ഒരു വിഷ്ണു വിഗ്രഹം, തമിഴ്നാട്ടിൽ നിന്നുള്ള മറ്റൊരു വിഷ്ണു വിഗ്രഹം എന്നിവ മോഷ്ടിക്കപ്പെട്ട പുരാവസ്തുക്കളിൽ ഉൾപ്പെടുന്നു. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന 2014 മുതൽ ഇന്ത്യയിൽ നിന്നും നഷ്ടമായ 640 പുരാവസ്തുക്കൾ രാജ്യത്ത് തിരിച്ചെത്തിച്ചു. എങ്കിലും കാണാതായവയുടെ യഥാർത്ഥ എണ്ണത്തിൽ 1 ഡസനോളം മാത്രമേ തിരിച്ചെത്തിക്കാൻ ആയിട്ടുള്ളൂ. 1947-നും 2014-നും ഇടയിൽ 13 പുരാവസ്തുക്കൾ മാത്രമാണ് വീണ്ടെടുക്കാൻ കഴിഞ്ഞത്. രാജ്യത്തു നിന്നും കടത്തപ്പെട്ട പുരാവസ്തുക്കൾ വീണ്ടെടുക്കാനുള്ള മോദി സർക്കാരിന്റെ തീവ്രമായ നീക്കത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന പുരാവസ്തുക്കളുടെ എണ്ണം. 2023-ൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ലോകത്തിലെ ഒരു മ്യൂസിയവും അധാർമികമായി നേടിയ ഒരു കലാസൃഷ്ടിയും കൈവശം വെക്കരുതെന്നാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ശേഷവും നമ്മുടെ രാജ്യത്തു നിന്ന് ചരിത്ര പ്രാധാന്യമുള്ള പല അമൂല്യ വസ്തുക്കളും അധാർമികമായ രീതിയിൽ പലരും കൊണ്ടുപോയി. ലോകമെമ്പാടും ഇന്ത്യയുടെ പ്രശസ്തി വർദ്ധിച്ചതോടെ വിവിധ രാജ്യങ്ങൾ അതിന്റെ പൈതൃകം ഇന്ത്യയിലേക്ക് തിരികെ നൽകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വാർത്തയുടെ നിറം തേടി തനിനിറം.